എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കൊറോണ കാലൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ കാറിന്റെ ടയർ ഉണ്ടല്ലോ, അപ്പൊ ആർക്ക് വേണ്ട ഒരു കാറിന്റെ ടയർ വെച്ച് ഞാൻ മീനുകൾ വളർത്താനായിട്ട് ഒരു റിങ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഞാൻ പെയിന്റ് ഒക്കെ അടിച്ച് ഞാൻ വളർത്തിയിരുന്നു. അപ്പൊ ഇപ്പൊ അതിന്റെ പെയിന്റ് ഒക്കെ പോയി, പെയിന്റ് അടിച്ചു, പെയിന്റ് എല്ലാം മങ്ങിപ്പോയി. അപ്പൊ നമുക്ക് രണ്ടാമത് റീസെറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടോ, ഇതാണ് അപ്പൊ ടയർ വെച്ച് ഉണ്ടാക്കിയ റിങ്. ഇത് കണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. അകത്തടിച്ച സ്കൈ ബ്ലൂ കളറൊക്കെ അതൊക്കെ മങ്ങിപ്പോയി, അധികമൊന്നും ഇല്ല, ഫുള്ള് പോയി. ഇപ്പൊ പുറത്തടിച്ച് ഞാൻ ഗോൾഡൻ പെയിന്റ് ആയിരുന്നു. ഇപ്പൊ ഗോൾഡനും വലുതായിട്ടില്ല, ഗോൾഡൻ പെയിന്റ് നല്ലോണം മങ്ങിപ്പോയി. ഇപ്പൊ ഫുള്ള് നമുക്കൊന്ന് കഴുകി എടുക്കണം ആദ്യം തന്നെ, കാരണം ഫുള്ള് അഴുക്കായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം പെയിന്റ് അടിക്കാം. അപ്പൊ നമ്മളെ റിങ് നല്ലോണം കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിന്റ് അടിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ കളറ്. ഇത് കണ്ടോ, ഇതിപ്പോ എല്ലാ മീനിനെ കളർത്തുന്ന റിങ്ങിൻ്റെ അകത്ത് അടിക്കുന്ന കളർ തന്നെയാണ്, സ്കൈ ബ്ലൂ. അപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ അടിക്കുന്ന പെയിന്റ് ഇത് തന്നെയാണ്. അപ്പൊ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് മെയിൻ ഇട്ടത് കാണാൻ ഭംഗി. അപ്പൊ നമുക്ക് ആദ്യം പെയിന്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. മിക്സ് ആക്കിയിട്ട് വേണം അടിക്കാൻ. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം, കാരണം അടിയിൽ നിന്ന് പെയിന്റ് ഇളകി വരുള്ളൂ. ഇപ്പൊ ഞാൻ കുറച്ച് മിക്സ് ആക്കി വെച്ചു, മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ആ പെയിന്റ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാറുണ്ട്, നമുക്ക് അടിക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ഒന്ന് പെയിൻ്റൊക്കെ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രഷ് അതേ ഇട്ടാക്കി വരുമ്പോഴത്തേക്കും ചീത്ത ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, അപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങാം. ഇതേ കണ്ടോ, നല്ല കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ നടുക്കുന്ന അടിച്ചു തുടങ്ങി. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും അടിക്കാൻ. കണ്ടോ, അപ്പം നമുക്ക് ആ പഴയ പെയിന്റ് പോയൊക്കെ എനിക്ക് ഈ കഴുകി കഴിയുമ്പോൾ നല്ലോണം കാണാൻ പറ്റുമായിരിക്കും, കാരണം പകുതി സ്ഥലവും വെള്ള കളറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുള്ള് അതൊക്കെ നീല കളർ അടിച്ച്, സൈഡും നീല കളർ അടിച്ച് കണ്ടുവരാം. അങ്ങനെ നമ്മളിതേ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഓൾമോസ്റ്റ് നീല കളർ അടിച്ച് കഴിഞ്ഞു. ഇത് കണ്ടിപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പം നമുക്ക് ശരിക്കും കണ്ടാൽ മനസ്സിലാവും ആദ്യം കണ്ടതും ഇതും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമുക്ക് എന്തായാലും അടിയിൽ പൊക്കത്ത് കുറച്ചും കൂടെ അടിക്കാറുണ്ട്, അതായത് ടയറിൻ്റെ ഒരു വളഞ്ഞിരിക്കാണ്ട് കുറച്ച് സ്ഥലം പൊക്കത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊണ്ട് നമുക്ക് അടിച്ചാൽ ഫുള്ള് ഫില്ലായി. അതിൻ്റെ ഉണങ്ങിയിട്ട് വേണം നമുക്ക് പുറത്ത് ഗോൾഡൻ പെയിൻ്റ് ഒക്കെ അടിക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണങ്ങാൻ കുറച്ച് ഞാൻ വെയിറ്റ് ചെയ്തിട്ടൊക്കെ വരാം. കൂട്ടുകാരെ, നമ്മൾ ഈ ടാങ്കിന്റെ നീല കളർ അകത്തടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ദിവസം കഴിഞ്ഞ് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, തൊട്ടടിക്കുമ്പോൾ കയ്യിലൊന്നും ആകണില്ല. അപ്പൊ നമുക്ക് ഇനി പുറത്ത് കളറിക്കണം. അപ്പൊ നമുക്ക് പുറത്ത് പെയിന്റ് അടിച്ചത് സിൽവർ ഗോൾഡാണ്. ഗോൾഡൻ തന്നെയാണ് നമ്മൾ ഇപ്പോൾ അടിക്കണത്, കാരണം നീലയും ഗോൾഡനും നമ്മൾ നല്ല മാച്ച് ഉണ്ടാവും. അപ്പൊ ഞാൻ അടിച്ച് കാണിച്ചു തരാം നിങ്ങളെ. നമുക്കിത് ആദ്യം പെയിന്റ് പൊട്ടിക്കാം. ഇതാട്ടോ നമ്മുടെ ഗോൾഡൻ പെയിന്റ്. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. വടി വെച്ചാണ് മിക്സ് ആക്കണത്. വടി നന്നാലേ കളർ നല്ലോണം വരുള്ളൂ. അപ്പൊ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് അടിക്കാം. നമുക്ക് അങ്ങനെ നീല പെയിന്റ് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതുപോലെ തന്നെ ഞാൻ പുറത്ത് ഗോൾഡൻ പെയിന്റ് അടിക്കാം. ഇതിപ്പോ നല്ല ഗോൾഡൻ ആണ്. ഇതുണ്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമല്ലോ പണ്ടത്തെ കളറും ഇപ്പോഴത്തെ കളറും. പണ്ടടിച്ചത് ഇങ്ങനത്തെ കളറായിരുന്നു, പക്ഷെ അത് വെയിലൊക്കെ കൊണ്ടുകൊണ്ട് ഇങ്ങനെ പോയി. അത് ഞാൻ ഇപ്പോൾ പണിതെന്ന് വെച്ചാൽ കൊറോണ സമയത്ത് വെറുതെ ഇരുന്നപ്പോഴാണ് ടയറും വെച്ച് എനിക്ക് ടയർ കിട്ടിയപ്പോൾ പണിതത്. പക്ഷെ അപ്പം അടിച്ച പെയിൻ്റൊക്കെ വെയിൽ കൊണ്ടിട്ട് കുറച്ച് കാലം മങ്ങിപ്പോണ കാരണം അതാണ് ഞാൻ ഇപ്പം അടിക്കണത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് ശരിക്കും നല്ല ഡിഫറൻസ് അറിയാൻ പറ്റും. ഇന്നലെ തിളങ്ങി നിൽക്കാണ്ട്, മറ്റേ നല്ലോണം ഡൗൺ ആയിപ്പോയി. അത് എന്ന് വെച്ചാൽ കളർ നല്ലോണം തീരെ കുറഞ്ഞു പോയി. ഇപ്പം അതിലൊന്നും കാണില്ല, നല്ലോണം മങ്ങിപ്പോയി. ഇനിയിപ്പം നമുക്കിത് ഫുള്ളൊന്ന് എടുക്കാം, ഫുൾ അടിച്ചെടുക്കാം. അപ്പം കുറച്ച് നേരം പിടിക്കും. ഇതിപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ പെയിന്റ് ഓൾമോസ്റ്റ് ഫുൾ അടിച്ച് കഴിയാറായിട്ടുണ്ട്. ഇതിപ്പം അടിച്ച് കഴിയും. ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് മാത്രമായിട്ടുള്ളൂ. ഇനി ഒരു കോട്ടും കൂടെ നമുക്ക് അടിക്കണം, കാരണം എന്നാലേ കുറച്ചും കൂടെ കളർ കിട്ടുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്ത് അടിക്കാൻ. അപ്പൊ കൂട്ടുകാരെ, നമ്മളിതേ ടയർ ഒരു കിണറിന്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിപ്പോ നമ്മ ഫസ്റ്റ് ടയറിൽ കോൺക്രീറ്റ് ഒക്കെ ഇട്ട്, അത് ഞാൻ കാണിച്ചിട്ടില്ല. ആ വീഡിയോ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസമൊക്കെ ഞാൻ ഇട്ട് തരാം. വേറൊരു ടയർ എടുത്ത് ഇത് ഉണ്ടാക്കണ വീഡിയോ ഇട്ട് തരാം. നമ്മൾ അകത്ത് നീല കളർ അടിച്ച്, പിന്നെ പുറത്ത് ഗോൾഡൻ പെയിന്റ് അടിച്ച്. ഇപ്പൊ നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുത്ത്, കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് കോട്ട് കൊടുത്തപ്പോഴും നമ്മൾ പണ്ടടിച്ച പെയിന്റ് കളർ കാണാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇത് ബ്ലാക്ക് ഒക്കെ ഇവിടെ കൂടെ പോയ കാരണം അത് നമ്മൾ മാറ്റിയിട്ട് സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലോണം എടുത്തിരിക്കുന്നുണ്ട്.
പിന്നെ കൂട്ടുകാരെ നമ്മൾ ബ്ലാക്കും വെച്ച് ഇത് കണ്ടോ ഔട്ട്ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഒരു കിണറിന്റെ രൂപത്തിൽ വന്നേക്കുന്നത്. കണ്ടോ ഇടക്കിടക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ബ്ലാക്ക് വെച്ച് പൊക്കത്തും സൈഡിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ശരിക്കും ഒരു കിണറിന്റെ ലുക്ക് വന്നേക്കുന്നത്. പിന്നെ കിണറിൽ നിന്ന് വെള്ളം കൊണ്ട് കപ്പിയില്ലേ, അത് വെക്കുന്ന സ്റ്റാൻഡ് പോലെ കിണറിലുണ്ടാവുമല്ലോ, അപ്പൊ അതാണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ കൂട്ടുകാരെ നമുക്ക് കിണറ്റിന്നൊക്കെ വെള്ളം വേണ്ടി കപ്പ് യൂസ് ചെയ്യുമല്ലോ, അപ്പൊ അത് വെക്കണ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാവും എല്ലാ കിണറ്റിന്റെ പൊക്കത്തും. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോ PVC പൈപ്പാണ്. അത് ഞങ്ങൾ ഇതിന്റെ ബെഞ്ച് വെച്ച് കണക്ട് ആക്കിയേക്കാണ്. ഇപ്പൊ ഇതിൽ കൂടെ നമുക്ക് കപ്പി ഇടും. ഇതിൽ കൂടെ നടക്കുന്ന ഊട്ടോ വെച്ചിട്ടുണ്ട് നമ്മൾ. അതിൽ കൂടെ നമുക്ക് കപ്പി വെക്കും. കപ്പി ഇപ്പൊ ഞാൻ പെയിന്റ് അടി വെച്ചിട്ടേ ഉള്ളൂ. അത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഏറ്റവും ദിവസം ഞാൻ ഈ വീടിന്റെ അവസാനം കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ അപ്പൊ ഇത്ര നമ്മുടെ കിണറ്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മീനെ കിട്ടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പൊ നമ്മളിത് വെള്ളം ഒഴിക്കാനാണ്. ഇതിപ്പോ നേരെ നമ്മള് മോട്ടറിൽ നിന്ന് ഓസ് കണക്ട് ചെയ്തിട്ട് അതിൽ കൂടെയാണ് ഒഴിക്കണത്. അതാണ് നല്ല ഫോഴ്സ്, അപ്പൊ വേഗം നിറഞ്ഞു കിട്ടും. നമ്മളെല്ലാ ഫിഷസിനും അങ്ങനെയാണ് ഒഴിക്കണത്. അപ്പൊ ഞാൻ നമ്മൾ ഈ റിങ്ങിലേക്ക് നേരത്തെ ഞാൻ ടോസ്റ്ററാണ് ഞാൻ അതിലേക്ക് ഇടുന്നത്. ഇപ്പൊ അത്യാവശ്യം സൈസ് ഉണ്ട്, ഒരു മീഡിയം സൈസ് ഒക്കെ ഉണ്ട്. മീഡിയം അല്ല അത്യാവശ്യം സൈസ് ഉണ്ട്. ഞാൻ കുഞ്ഞാപ്പിളാണ് വാങ്ങിച്ചത്. ഭയങ്കര കൂടുതലാണ്. ഇതുണ്ട് നല്ല കളറാണ്. ഇപ്പൊ വാങ്ങിച്ചപ്പോ ഇത്ര കളറൊന്നും ഉണ്ടായില്ല. ഫോണിൽ എത്ര കളർ കിട്ടുണ്ടെന്ന് അറിയില്ല, കാരണം നല്ല കളറുണ്ട് ഇപ്പൊ. ഇതുണ്ടോ നമ്മളായിട്ട് കുഴപ്പമൊന്നുമില്ല, നമ്മൾ വേറെ ചെയ്യാനല്ല. ഇപ്പൊ അടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മൾ 2 ഇട്ടിട്ടുണ്ട്. ഇത് കോപ്പറും ഇത് ഫയർ റെഡ് റോസ്കാറും ആണ്. കോപ്പർ റോസ്കാറും ഫയർ റെഡ് റോസ്കാറും രണ്ട് മൂലയിലേക്കാണ് വായിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്, അപ്പൊ എനിക്ക് പേടി ഉണ്ടാവും. അതാണ് അജിയിലേക്ക് പോയിരുന്നത്. അപ്പൊ വീഡിയോ ഒക്കെ അധികം ലെങ്ത് കൊണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെക്കൻഡ് കോട്ട് ഗോൾഡൻ പേജ് അടിക്കണതും പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കണതും അതുപോലെ തന്നെ പൊക്കത്ത് കപ്പി വെക്കണ സ്റ്റാൻഡ് അടിക്കരുത് വീഡിയോ ഒന്നും കാണിക്കാനത്. അപ്പൊ അതിന് അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് അയക്കുന്നു. അപ്പൊ ഇതുപോലത്തെ ഇനിയും വീഡിയോസ് ഒക്കെ ഇന്ന് വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേഗം വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോ കാണാം.